ഈ ഒരു സംഭവത്തിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിധി അനുകൂലമായതോടുകൂടി ദിലീപിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പലരും വികാരവായ്പോടെയാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു കുറ്റവിമുക്തനായത്, എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ? ഞങ്ങൾക്കറിയാമായിരുന്നു ദിലീപേട്ടൻ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് 8 കൊല്ലം മുമ്പ് ദിലീപേട്ടൻ ജയിലിലായിരുന്ന സമയത്തും ഞങ്ങൾ 2-3 തവണ ജാമ്യാപേക്ഷ വെച്ചപ്പോഴും ഞങ്ങൾ സബ് ജയിലിൻ്റെ ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു. 3 പ്രാവശ്യം സബ് ജയിലിൻ്റെ പോയ ആളാണ് ഞാൻ. 3-ാമത്തെ പ്രാവശ്യം ഞാൻ അവിടെ ജാമ്യം കിട്ടുമ്പോൾ ഞാൻ മാത്രമേ അതിൻ്റെ ഫ്രണ്ടിലുണ്ടായുള്ളൂ, സബ് ജയിലിൻ്റെ. അന്ന് ഞാൻ സബ് ജയിലിൻ്റെ ഫ്രണ്ടിൽ ലഡു വിതരണം നടത്തി, ഞാൻ ആഘോഷമാക്കി. ഞാൻ അന്ന് ദിലീപേട്ടൻ്റെ വീട്ടിൽ നിന്ന് രാത്രി 12 മണിക്കാണ് ഞാൻ പോയത്. അതിനുശേഷം പിന്നെ ബാലചന്ദ്രമേനോൻ്റെ കേസ് വന്നു. അതിൻ്റെ കേസിൽ ജാമ്യത്തിന് ഞാനിവിടെ ഉണ്ടായി. അന്നും ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ആലുവക്കാർക്കറിയാം ദിലീപേട്ടൻ നിരപരാധിയാണെന്ന്. ഞങ്ങൾ ദിലീപേട്ടൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. ഞങ്ങളുടെ മുത്തിൻ്റെ സ്വഭാവം ഞങ്ങൾക്കറിയാലോ. അത് കാരണം ഞങ്ങൾ എപ്പോഴും ദിലീപേട്ടൻ്റെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആലോചന ഉണ്ടായി എന്നൊക്കെയാണ് ദിലീപ് ഇപ്പോൾ അതിനുശേഷം പ്രതികരിച്ചത്. അതൊക്കെ വമ്പൻ സിനിമാ മേഖലയാണല്ലോ. അതെ. അപ്പം പുള്ളി ദിലീപേട്ടൻ എന്ന വ്യക്തി പെട്ടെന്ന് സിനിമാ ലോകത്ത് കഷ്ടപ്പെട്ട് തന്നെ വളർന്നു വന്ന വ്യക്തിത്വമാണെങ്കിൽ കൂടി തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവാം. അതിനെ തുടർന്നുള്ള ഗൂഢാലോചന തുടർന്നുള്ള കേസുകളായിരിക്കാം എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ പുള്ളീനെ വ്യക്തിപരമായിട്ട് ദിലീപേട്ടനെ വ്യക്തിപരമായിട്ട് തകർക്കാം എന്നുള്ള നോക്കിയുള്ള ഗൂഢാലോചനയായിരുന്നു അത്. മറ്റുള്ളവരുടെ ഒപ്പം ദിലീപ് അതിക്ക് മേലെ വന്നു സിനിമാ ലോകത്ത്. അപ്പോൾ മുകളിലുള്ള ആളുകൾക്ക് ഒരു ഒത്തിരി ബുദ്ധിമുട്ട്. അപ്പോൾ അത് കാരണം അവർ എന്തായാലും മുകളിലേക്ക് പോകുന്ന ആളുകളെല്ലാം ഇടിച്ചിടാനാണല്ലോ നോക്കുന്നത്. അപ്പോൾ ഈ കേക്കൊക്കെ നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചിരുന്നോ നിങ്ങൾ? അത് ഞാനത് ഇന്നലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഞാൻ ലഡുവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുകൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം സെറ്റ് ചെയ്തു. ആത്മവിശ്വാസമായിരുന്നു. പിന്നല്ലാണ്ട് ഞാനത് ഓപ്പൺ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് രാവിലെ തന്നെ ഇത് വെക്കുമ്പോൾ നമ്മൾ രാവിലെ തന്നെ വെക്കണം എന്നുണ്ട് തുറന്ന്. പക്ഷെ അത് ഇതിന്റെ കോടതി വിധി വേണമല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനു മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു. നമുക്കറിയാം, ഞങ്ങൾക്ക് അല്ലല്ല ഞങ്ങൾ ഇതിനൊരു നേട്ടമില്ല. ഞങ്ങള് നല്ലവനായ ഒരു വ്യക്തിയുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു എന്നുള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ദിലീപിന് ജാമ്യം കിട്ടിയപ്പോഴും ഞങ്ങൾ ഇവിടെ മധുരം കൊടുത്തിരുന്നു. ഇപ്പോഴും ഞങ്ങൾ അതോടൊപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാത്തിനും ദിലീപേട്ടൻ്റെ കൂടെയാണ്.